അടിപൊളി. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ലിയ. എല്ലാവർക്കും രുചിഗ്രഹത്തിലേക്ക് സ്വാഗതം. മധുരം കഴിച്ച് നമ്മുടെ പുതുവർഷം നമുക്ക് ആരംഭിക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ഇളനീർ പുഡിംഗ് ആണ്. നല്ല രുചികരമായ ഒരു പുഡിംഗ് ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും രുചിഗ്രഹം ടീമിൻ്റെ പുതുവത്സര ആശംസകൾ. ഒട്ടും സമയം കളയണ്ട, നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. നമുക്ക് ഇളനീർ പുഡിംഗ് തയ്യാറാക്കാനായി തുടങ്ങാം. അതിന് ഞാൻ അവിടെ 2 ഇളനീർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഇതിൻ്റെ തേങ്ങ വേറെ വെള്ളം വേറെ സെപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് എടുത്തിട്ട് വരാം. ഞാൻ ഇളനീരിൻ്റെ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് 1 കപ്പ് ഇളനീരിൻ്റെ വെള്ളം വേണം നമുക്ക് ഈ പുഡിംഗ് തയ്യാറാക്കാനായിട്ട്. ഇതിപ്പോൾ മാറ്റി വെക്കാം. അതുപോലെ തന്നെ ആ ഇളനീരിൻ്റെ തേങ്ങ അത് ഞാൻ ഇതുപോലെ ഇളനീരിൻ്റെ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അതങ്ങനെ ഇട്ട് വെച്ചില്ല ചിലപ്പോൾ ഈ തേങ്ങയൊക്കെ കറക്കാൻ തുടങ്ങും. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇത് പുഡിംഗ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് പീസായി മുറിച്ച് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നിങ്ങളുടെ ആവശ്യാനുസരണം ഇടാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യണം. അതിന് ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. 250 ml കപ്പിന്റെ അളവാണ് ഞാൻ പറയുന്നത്. 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലോട്ട് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് ഇത് ഇതിനകത്തോട്ട് ഇടാൻ പോവുകയാണ്. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ സോക്ക് ആയിക്കോട്ടെ. എന്നിട്ട് നമുക്കിത് സ്റ്റൗവിലോട്ട് മാറ്റാം. നമുക്ക് ഇളനീർ പുഡിംഗ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് ഞാനിവിടെ 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കായത് അമൂലിൻ്റെ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അമൂൽ മിത്തായി ആണ് എടുത്തിരിക്കുന്നത്. 1 കപ്പുണ്ട് കറക്റ്റ്. ഇത് നമുക്ക് ഈ സോസ് പാനിലോട്ട് ഒഴിക്കാം. ഇനി അടുത്തതായിട്ട് ഇത് 2 കപ്പ് തിളപ്പിച്ച പാലാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിപ്പാലാണ് എടുത്തേക്കുന്നത്. 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കിന് 2 കപ്പ് പാല്. ഇത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ കൂടുതൽ പഞ്ചസാര മധുരം വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കുക. ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. പാല് ചേർത്തപ്പോൾ തിളപ്പിച്ച പാലാന്ന് ഞാൻ പറഞ്ഞു. തിളപ്പിച്ച് ആറിയ പാലാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. തിളപ്പിച്ച് ആറിയ 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വളരെ ടേസ്റ്റിയായ ഒരു പുഡിങ്ങാണിത്. ഇത് ഞങ്ങളുടെ ഒരു കസിൻ്റെ റെസിപ്പിയാണ്. ബ്ലെസ്സി എന്നാണ് കസിൻ്റെ പേര്. വളരെ ടേസ്റ്റിയായ റെസിപ്പി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇത് നമുക്കിപ്പം വാങ്ങി വെക്കാം. നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്യാൻ വെച്ച ചൈന ഗ്രാസ് ആണിത്. ഇത് നമുക്ക് സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇനി അലിഞ്ഞ് ഈ വെള്ളത്തിൽ ചേരണം. അതുവരെ വെയിറ്റ് ചെയ്യാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ചൈന ഗ്രാസ് നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇതിനകത്തോട്ട് 1 കപ്പ് ഇളനീരിൻ്റെ വെള്ളം, നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1 കപ്പ് ഇളനീരിൻ്റെ വെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു 10 സെക്കൻഡ് ഇളക്കിയതിന് ശേഷം നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കും പാലും കൂടെ ചൂടാക്കി വെച്ചില്ലേ, അതിനകത്തോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. തീ ഓഫാണ്, തീ ഓണല്ല. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇളക്കിയാൽ മതി. അങ്ങനെ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രങ്ങളിലേക്ക് ഒഴിച്ചു വെക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് ഒഴിക്കാം. ഏത് ബൗളിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാവുന്നതാണ്. ചൂടോടെ തന്നെ ഒഴിക്കണം. ഇതുപോലത്തെ ബൗളുകളിലോട്ട് ഞാൻ ഈ പുഡിംഗ് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ തേങ്ങ എടുത്ത് വെച്ചല്ലോ കരിക്കിൻ്റെ, അത് ഇതുപോലെ എടുത്ത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇതിനകത്തോട്ട്. ഇത് ചൂടായിരിക്കുമ്പോൾ തന്നെ ചെയ്യണം. സെറ്റ് ആയതിനു ശേഷം ഇടരുത്. സെറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഇത് ഇടണം. ഈ പുഡിംഗ് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ തേങ്ങ ഇങ്ങനെ കടിക്കുന്നത് നല്ല രുചിയാണ്. അതിനുവേണ്ടി ഇതിങ്ങനെ ഇടുന്നത്. കരിക്കിൻ്റെ പീസസ് എല്ലാം ഞാൻ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ മാറ്റി വെക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലോട്ട് മാറ്റുക. ഫ്രീസറിലോട്ട് മാറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കരുത്. മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും ഇത് സെറ്റ് ആവാൻ വേണ്ടി വെക്കണം, അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കണം. ഇതിപ്പോൾ നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. എന്നിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി 8 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം തയ്യാറാക്കാനായിട്ടുണ്ട്. അതിന് ഞാനിവിടെ 1 കപ്പ് തേങ്ങയുടെ പീര എടുത്തിട്ടുണ്ട്.
അത് ഈ ചൂടായി കിടക്കുന്ന ചീനച്ചട്ടിയിലോട്ട് ഇടാൻ പോവുകയാണ്. അതിന് കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണിത്, അതും കൂടെ ചേർക്കാം. ഇതൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നതിന് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തീ ഇട്ടാൽ മതി. ഇതാ ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത്. ഇത് ഇപ്പോൾ തന്നെ ഈ ചീനച്ചട്ടിയിൽ നമുക്ക് കോരി മാറ്റി വെക്കാം, അല്ലെങ്കിൽ ഈ ചൂടുള്ള ചീനച്ചട്ടിയിൽ ഇരുന്ന് ഇത് പെട്ടെന്ന് അങ്ങ് പിന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ മാറ്റി വെക്കാം. ഞാൻ എന്താ ഇതുപോലത്തെ ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ അടച്ച് വെച്ച് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. എന്നിട്ട് നമ്മൾ രാവിലെ പുഡിംഗ് എടുക്കുന്ന സമയത്ത് മേളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പുഡിംഗ് നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഞാനിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. നല്ല മനോഹരമായിട്ട് ഇത് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വറുത്ത് വെച്ച തേങ്ങാപ്പീരയാണിത്. നല്ല മുരുമുരാന്നിരിക്കുന്നുണ്ട്. ഈ തേങ്ങാപ്പീര വറുത്ത സമയത്ത് ഒരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു. ഈ തേങ്ങയ്ക്ക് ഏറ്റവും നല്ലത് ഉണക്കത്തേങ്ങയാണ്. ഉണക്കത്തേങ്ങ വറുക്കുകയാണെങ്കിൽ നല്ലപോലെ ഇങ്ങനെ മുരുമുരാന്ന് കിട്ടുമോ തേങ്ങ. ഈ തേങ്ങ നമുക്കിനി ഈ പുഡിങ്ങിന് മണ്ടയിൽ കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. പുഡിംഗ് കഴിക്കുന്ന സമയത്ത് ഈ തേങ്ങ ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് നല്ല രുചിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പുഡിംഗ് എടുത്തിട്ട് ഞാൻ സെറ്റായത് കാണിച്ചു തരാം. നല്ലപോലെ സെറ്റായിട്ടുണ്ട് ഇത്. ഇന്ന് നമ്മുടെ ഈ ഡിഷ് ടേസ്റ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ രുചിഗ്രഹം ടീമിൻ്റെ ഒരു ടോപ്പ് ഫാനും ഞങ്ങളുടെ നെയ്ബറുമായ ശങ്കർദേവാണ്. അവനെ കൊണ്ട് തന്നെ നമുക്കിത് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് ഇതിൻ്റെ ഫീഡ്ബാക്ക് കേൾക്കാം. അടിപൊളി. കുറേ കാലം കൊണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇളനീർ പുഡിംഗ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന്. അതിന് പറ്റൊരവസരമാണ് നമ്മുടെ ചേച്ചി എനിക്കിപ്പോൾ തന്നത്. പിന്നെ അത് ടേസ്റ്റ് ചെയ്തു. സംഭവം നൈസാണ്, പൊളിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളത് മിസ് ചെയ്യരുത്. എല്ലാവരും ഞങ്ങളുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുതുവർഷം മധുരം കഴിച്ച് തന്നെ തുടങ്ങാനായിട്ട് ദൈവം അനുവദിക്കട്ടെ. ഞങ്ങളുടെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ശരി കേട്ടോ, ബൈ.